ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് തയ്യാറല്ല. ഹോർമുസിൽ നിയന്ത്രണം വിട്ടു നൽകില്ല. മരവിപ്പിച്ച പണം തിരികെ നൽകുന്നത് ഉപയോഗിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ യുഎസിനെ ആശ്രയിക്കുന്ന നിർത്തണമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ ആയുധ ഉൽപാദന ശേഷി വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി. ഇറാനെതിരായ ആക്രമണം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും പ്രഖ്യാപനം. ഇറാനെതിരായ യുദ്ധച്ചെലവുകൾക്കായി $8,000 കോടി വേണമെന്ന് സെനറ്റർമാരോട് ആവശ്യപ്പെട്ട് പെന്റഗൺ. സാമ്പത്തിക ആവശ്യം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് യുദ്ധച്ചെലവ് $2,900 കോടി. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലെബനനിൽ സംഭവിപ്പിച്ചത് കോടികളുടെ നാശം. 17,000-ലേറെ വീടുകൾക്ക് കേടുപാടുകൾ. കെട്ടിടങ്ങൾക്ക് മാത്രം $138 കോടി നാശം. തകർന്നടിഞ്ഞ് അതിർത്തി ഗ്രാമങ്ങൾ. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രക്ഷോഭം ശക്തം. സ്കൂൾ കുട്ടികളും സ്ത്രീകളും വൻതോതിൽ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം പുതിയ ഘട്ടത്തിൽ. പാക് സൈന്യം പുറത്തു പോവുക, അടിസ്ഥാനാവകാശങ്ങളും സൗജന്യ വിദ്യാഭ്യാസവും നൽകുക എന്നിവ ആവശ്യം. നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പ്രതിഷേധം പടരുന്നു. വിശ്വനാഥ് സിൻഹ പുതിയ ചീഫ് സെക്രട്ടറി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. എ ജയതിലകിന്റെ വിരമിക്കൽ 30-ന് KR ജ്യോതിലാലിനെയും പരിഗണിച്ചു. പ്രധാനമന്ത്രിയെ കണ്ട് മമ്മൂട്ടിയും കുടുംബവും. ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച നരേന്ദ്രമോദി. കൂടിക്കാഴ്ച പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം. ബജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മദ്യനികുതിയിലും വിശദീകരണമുണ്ടാകും. അഴിമതി ആരോപണത്തിൽ ഉറച്ച പ്രതിപക്ഷം. LDF-ൽ ഉപനേതാവ് തർക്കം തുടരുമ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി CPI. ചരിത്രം കുറിച്ച് കേരളത്തിന് അഭിമാന നിമിഷം. ഉദ്ഘാടനത്തിന് ശേഷം 1000 കപ്പലുകൾ കരയ്ക്കടുക്കുന്ന തുറമുഖമാകാൻ വിഴിഞ്ഞം. ചരിത്ര നിമിഷം ഇന്ന് MSC ലൂസിയാന കരയ്ക്കടുക്കുന്നതോടെ. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്ത് സത്യം കണ്ടെത്താൻ 38ാം കല്ലറ ഇന്ന് തുറക്കും. പരിശോധനയ്ക്ക് കരിക്കോട്ടക്കരി പോലീസും ഫോറൻസിക് വിദഗ്ധരും പോലീസ് സർജനും RDOയും നേതൃത്വം നൽകും. കല്ലറയിലെ 3ാമത്തെ മൃതദേഹം കാണാതായ സിജോയുടേതെന്ന സംശയത്തിൽ ബന്ധുക്കളുമെത്തും. പ്രദേശത്തിൽ നിന്ന് കരകയറാതെ താരസംഘടന അമ്മ. ശ്വേതയുടെ ഭരണസമിതി രാജിവെച്ചിട്ടും രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റി കൺവീനറായിട്ടും രക്ഷയില്ല. ഭാരവാഹികളായിരുന്നവരുടെ ഈഗോ ആണ് കാരണമെന്ന് ഒരു വിഭാഗം. അൻസിബയുടെ പരാതി സംഘടനയ്ക്കുള്ളിൽ തീർക്കാതിരുന്നതിലും കടുത്ത വിമർശനം. രാജിവെച്ചിട്ടും വ്യക്തിഹത്യ തുടരുകയാണെന്നും ഫേസ്ബുക്കിലൂടെ ശ്വേത. 3 പേരുടെ ജീവനെടുത്ത കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ നടപടി. പരിശോധിക്കാതെ ഫിറ്റ്നസ് നൽകിയ 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വാഗമണിനെ വെട്ടിപ്പിടിക്കാൻ ഇടുക്കിക്ക് പുറത്തെ ഭൂമാഫിയ. കാഴ്ചകളുടെ പർദീസയായ വരാട്ടുമേട്ടിൽ റിസോർട്ട് നിർമ്മാണവും കൃഷിയും തകൃതിയെന്ന് പരാതി. റവന്യൂ ഭൂമി കയ്യേറ്റം. പട്ടയഭൂമി വാങ്ങിയ ശേഷം കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും മാഫിയയ്ക്ക് പുല്ലുവില.